പാസ്പോർട്ട് സൈസ് ഫോട്ടോയായിരുന്നു. അന്ന് ഞാൻ കുറച്ച് മുണ്ടപ്പിയായിരുന്നു. ജ്വല്ലറി കളക്ഷൻ എന്ന് പറയാനായിട്ടും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ഇയറിങ്സ് ആയിരിക്കും. പിന്നെ ഇതിപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴയതും ഉണ്ട്, കുറച്ച് പുതിയതും ഉണ്ട് ഐറ്റംസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് വാങ്ങിച്ചൊരു ചോക്കർ മാലയാണ് കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത് വാങ്ങിച്ചത്. എനിക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ ധാവണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് 2 ജുംക്കാസാണ്. ഇതിന് മാച്ചിങ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഈ ജുംക്ക. അതെ, നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ചോക്കറിനൊക്കെ നല്ല സെറ്റായിട്ട് പോകും. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ പോസ്റ്റിലാണെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ നല്ല നെക്ക് പീസാണ് ഇത് വരുന്നത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കളറ് ഗ്രീൻ തന്നെ, എൻ്റെ ഡ്രസ്സ് ഗ്രീനും ബ്ലൂ ആയിരുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കണതാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഗ്രീൻ തന്നെ കമ്മലും ഒക്കെ സെറ്റപ്പ് ചെയ്തു. ജുംക്ക, എനിക്ക് ഈ ജുംക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്, 500 സംതിങ് ഉണ്ടായിരുന്നു ഈ ജുംക്കയ്ക്ക്. ഇതൊന്നും ഓൺലൈനല്ല, ഞാൻ പോയി തന്നെ വാങ്ങിച്ചതായിരുന്നു. ഇതൊരു 200 അതിനുള്ളിൽ റേഞ്ചിൽ വരും. നെക്ലേസിനെക്കാട്ടും കൂടുതൽ ഇയറിങ്സ് ആണ് കൂടുതൽ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ജുംക്കയും. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ചെയിനാണ് വരുന്നത്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുള്ളൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇതൊരു റോസ് ഗോൾഡ് ടൈപ്പാണ് കേട്ടത്. അപ്പോൾ ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിരുന്ന അവിടുത്തെ എൻ്റെ ലൈൻ ലീഡർ എനിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇത് ബ്ലാക്ക് മെറ്റലാണ് വരുന്നത്. ഇതപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലായിരുന്നു കേട്ടോ. ഏകദേശം 2 വർഷത്തെ പഴക്കമുണ്ടത്. പക്ഷെ ഇപ്പോഴും ഞാൻ അതേപോലെ തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തന്നെ കൂടെ തന്നെ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു. ഇതിൻ്റെ ഒരെണ്ണം കാണാനില്ല കേട്ടോ, എവിടെ പോയി എടുക്കാം. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയായിരുന്നു. അപ്പോഴത്തെ കാണിച്ചിരുന്ന ചോക്കർ മാല കമ്മലും ഉണ്ടായിരുന്നല്ലോ, ജുംക്ക ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ കൂടെ ഞാൻ ഡ്രസ്സിനിടാൻ വേണ്ടി വാങ്ങിച്ച വളകളായിരുന്നു, കുപ്പിവളയായിരുന്നു കേട്ടോ. ഇത് ഒരൊറ്റ യൂസിലിട്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് ഓണ സെലിബ്രേഷന് വേണ്ടിയിട്ടായിരുന്നു വാങ്ങിച്ചത്. ഒപ്പം ഫോട്ടോഷൂട്ടും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഈ കമ്മൽ എനിക്കിഷ്ടപ്പെട്ടൊരു ചേച്ചി എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കമ്മലായിരുന്നു. നെക്സ്റ്റ് ഈ ഒരു റിങ് ടൈപ്പ് കമ്മലാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഒക്കെ ചിലപ്പോൾ വാങ്ങിച്ചേക്കുള്ളൂ, 1-2 തവണ ഇടുള്ളൂ എന്നല്ലാണ്ട് കൂടുതൽ യൂസ് അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇടാനും കാണാനൊക്കെ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഈ ഒരു കുഞ്ഞ് കമ്മലാണ് കേട്ടോ. ഇതും എനിക്ക് ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതായിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് തന്നതായിരുന്നു. ഇത് കൊള്ളാം. ഇത് ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ട് പോണ ഇതാണ്, കാരണം ഇതിൽ കുറേ കല്ലുകളുണ്ട്. ഏത് ഡ്രസ്സിന് വേണമെങ്കിലും മാച്ച്. ഞാൻ എടുത്തതിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കുറച്ചും കൂടി കൂടുതൽ എന്ന് പറയാം. അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും വാങ്ങിച്ചു തന്നതോ അങ്ങനെ. ഞാൻ എടുക്കൽ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എടുക്കുക. ഇതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതായിരുന്നു, ഫ്രണ്ട് ഗിഫ്റ്റ് ആണെന്നതാണ്. കൊള്ളാം. നെക്സ്റ്റ് ഈ ഒരു കമ്മലാണ് വരുന്നത്. ഇതും ജുംക്ക തന്നെയാണ്, ചെറിയൊരു ജുംക്ക. ഇത് ഇതിൻ്റെ കൂടെ ഷൂട്ടായി പോകും. ഇത് ഏകദേശം ഒരു 3-4 വർഷത്തെ പഴക്കമുണ്ട് സത്യം പറഞ്ഞാൽ. ഇതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ, അത് കാരണം അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ കണ്ട, ഇതൊരു ഗോൾഡ് ടൈപ്പാണ് വരുന്നത്. നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു കമ്മലാണ് വരുന്നത്. ഇതൊക്കെ കുറേ നാളത്തെ പഴക്കമുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു 3-4 വർഷമായിട്ടുണ്ട്. എന്നാലും അതുപോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കാരണം കൊണ്ടാണ് ഈ ഒരു ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടോ. ഈ ഡ്രസ്സിനൊക്കെ മാച്ചായിട്ട് പോകുന്നൊരു ടൈപ്പാണ്. നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു ഇയറിങ്സ് ആണ് വരുന്നത്. ഒക്കെ എൻ്റെ ഈ ഡ്രസ്സിന് മാച്ചാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനത്തെ ഒരു റിങ് നല്ല അങ്ങനെ ഞാത്തിയിടില്ല, അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ. എനിക്കപ്പോൾ ഇതും കുറേ വർഷങ്ങളായിട്ടുണ്ട്. ഇത്തിരി കളർ ഷെയ്ഡ് പോയിട്ടുണ്ട്.
ഈ കമ്മൽ പറയുകയാണെങ്കിൽ ഇതിനൊരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് വെച്ചാൽ എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ കമ്മലായിരുന്നു. കല്യാണത്തിൻ്റെ റിസപ്ഷൻ്റെ കമ്മലായിരുന്നു. ഇപ്പം ചേച്ചിയുടെ കൊച്ചിന് ഒരു 5 വയസ്സായിട്ടുണ്ട്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള ഒരു 6-7 വർഷത്തെ പഴക്കമുള്ള കമ്മലാണിത്. പക്ഷെ ഇപ്പോഴും അതുപോലെ ഇത്തിരി കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും സെറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും. ഞാൻ ബാംഗിൾസ് കാണിച്ചു തരാം. ഇതൊരു സെറ്റ് ബാംഗിളാണ് കേട്ടോ, 4 എണ്ണം. ഭയങ്കര വലുതാണ് സത്യം പറഞ്ഞാൽ. ഇതെനിക്കൊരു ആൻറ്റി തന്നതായിരുന്നു. പിന്നെ ഇങ്ങനത്തെയും വരുന്നുണ്ട്. ഇത് കളറ് കുറച്ച് പോയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ എല്ലാത്തിനും വരുന്നത്. അടുത്തത് ഒരു തടവളയാണ് കേട്ടോ വരുന്നത്. ഇത് എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നതായിരുന്നു. ഇതും ഒരു 2 years ആയിട്ടുണ്ടാവും. നല്ല ഭംഗിയുണ്ട്. ഒരു റോസ് ഗോൾഡ് ടൈപ്പാണ് കേട്ടോ ഈ ബാംഗിൾ വരുന്നത്. തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഞാൻ കണ്ടത്. ഇത് ഏകദേശം ഞാനത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ ഫോട്ടോയാണ്. ഇത് ബാങ്ക് അക്കൗണ്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരുന്നു. അന്ന് ഞാൻ കുറച്ച് മുണ്ടപ്പിയായിരുന്നു. ഒരു നെക്ലേസാണ് വരുന്നത്. എനിക്ക് ഈ ഗ്രീനിനോടും ബ്ലൂവിനോടും വല്ലാത്തൊരു ഭ്രാന്ത് കൂടുതലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ ഈ ഗോൾഡൻ ഷെയ്ഡ് പോയിട്ടുണ്ട്. ഈ കല്ലിനൊക്കെ അതേപോലെ തന്നെ തിളക്കണ്ട കേട്ടോ. ഇതൊക്കെ കുറേ വർഷം പഴക്കമുള്ളതാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് ഇതൊക്കെ എടുത്ത് വയ്ക്കാൻ. എനിക്കിഷ്ടമാണ്, ഇട്ടില്ലെങ്കിൽ പോലും. അടുത്തത് വരുന്നത് ഒരു റോസ് ഗോൾഡിൻ്റെ ഇയറിംഗ് ആണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും മര്യാദയ്ക്ക് നിൽക്കത്തില്ല. ഒരു അമ്മാവന്മാരെ ലുക്ക് തോന്നും കണ്ടോ. അതാണ് ഞാൻ ഇടാറില്ല. ഫസ്റ്റ് ഒരു ബാംഗിളാണ് വരുന്നത്. ഇതെൻ്റെ അച്ഛൻ വാങ്ങിച്ചത് തന്നെയായിരുന്നു. ഈ നെക്സ്റ്റ് വരുന്നത് ഇയറിംഗ് ആണ്. ഒരു ബട്ടർഫ്ലൈയുടെ ഇയറിംഗ് ആണ്. ഇത് റോസ് ഗോൾഡിൻ്റെ ടൈപ്പ് തന്നെയാണ്. കണ്ടു. അപ്പോൾ ഈ ചെയിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കമ്മൽ തന്നെയായിരുന്നു ഇത്. അപ്പോൾ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇയറിങ്ങും മാലയുണ്ടത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ജ്വല്ലറി കളക്ഷൻ എന്ന് പറയാനായിട്ടും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ഇയറിങ്സ് ആയിരിക്കും. പിന്നെ കുറച്ച് കുഞ്ഞി ഇയറിങ്സ് ഡെയിലി യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഐറ്റംസാണ് ഉള്ളത്. അതൊക്കെ ചിലരൊക്കെ കളറ് പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.